കങ്കണ റണൌട്ട് ചിത്രം എമർജൻസി തിയേറ്ററുകളിലേക്ക്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏറെ കാത്തിരിപ്പിനൊടുവിൽ കങ്കണ റണൌട്ടിന്റെ രാഷ്ട്രീയ ചിത്രം എമർജൻസി ജനുവരി 17-ാം തീയതി തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ പുതിയ ട്രെയിലർ പുറത്തിറങ്ങി. പലതവണ റിലീസ് ഡേറ്റുകൾ മാറ്റിവെച്ചാണ് ഒടുവിൽ ചിത്രം ജനുവരി 17-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 1970കളുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ ജീവിതമാണ് ആവിഷ്കരിക്കുന്നത്. കങ്കണ റണൌട്ട് തന്നെയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ട്രെയിലർ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പിന്നാലെ സെൻസർ ബോർഡ് പലപ്പോഴായി ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകിപ്പിച്ചതും വലിയ വാർത്തയായിരുന്നു. സെൻസർ ബോർഡിന്റെ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് സിനിമയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്ന് നിർമ്മാണ കമ്പനിയായ സി സ്റ്റുഡിയോസ് ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചത്. സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കാൻ ഏകദേശം 13 മാറ്റങ്ങളാണ് ബോർഡ് നിർദ്ദേശിച്ചത്. അനുപം ഖേർ അവതരിപ്പിക്കുന്ന ജയപ്രകാശ് നാരായൺ എന്ന കഥാപാത്രം കങ്കണയുടെ ഇന്ദിരാഗാന്ധി എന്ന കഥാപാത്രത്തിന് ജയിലിൽ നിന്ന് കത്തെഴുതുന്നതിലാണ് ട്രെയിലർ ആരംഭിക്കുന്നത്. അടിയന്തരാവസ്ഥയും തുടർന്നുള്ള സംഘർഷങ്ങളെക്കുറിച്ചുമൊക്കെ ട്രെയിലറിൽ പ്രതിപാദിക്കുന്നുണ്ട്. കങ്കണയുടെ മണികർണിക ഫിലിംസും സി സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം 1975-ൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിവാദപരമായ 21 മാസത്തെ ഇന്ത്യൻ അടിയന്തരാവസ്ഥയാണ് കഥയുടെ ഇതിവൃത്തം. അടിയന്തരാവസ്ഥ, ഇന്ദിരാഗാന്ധിയുടെ വധം, 1980കളിൽ ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ കീഴിലുള്ള ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ ഉദയം തുടങ്ങിയ പ്രധാന ചരിത്ര സംഭവങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്.